തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ നടന്ന അരങ്കോലയുടെ ഞെട്ടലിലാണ് പ്രദേശം മുഴുവനും. ചേരങ്കോട്ട സ്വദേശിയായ 12ാം ക്ലാസ്സുകാരി ശാലിനിയാണ് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അതിക്രൂരമായി കുത്തേറ്റ് മരിച്ചത്. കഴുത്തിന് കുത്തേറ്റതിനെ തുടർന്ന് രക്തത്തിൽ കുളിച്ച നിലയിൽ റോഡിൽ വീണ കുട്ടിയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവത്തിൽ പ്രദേശവാസിയായ മുനിരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം യുവാവിനെ താക്കീത് ചെയ്തതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് ശാലിനിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. സ്കൂളിലേക്കുള്ള സ്ഥിരം വഴിയിൽ മുനിരാജൻ ശാലിനിയെ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായതും തുടർന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ മുനിരാജൻ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ശാലിനിയുടെ കഴുത്തിന് ആഴത്തിൽ കുത്തുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. പെടുന്നനെ നടന്ന ആക്രമണത്തിൽ കുട്ടി റോഡിലേക്ക് കുഴഞ്ഞു വീണു. രക്തം വാർന്നു കിടന്ന കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പേ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കഴുത്തിലെ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷിമൊഴികളും തെളിവുകളും ശേഖരിച്ചാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കൊലപാതകത്തിന് പിന്നിലെ കാരണം പ്രണയം നിരസിച്ചതിനുള്ള പകയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ശാലിനിയുടെ പിന്നാലെ നടന്ന നാട്ടുകാരനായ മുനിരാജൻ പ്രണയാഭ്യർത്ഥന നടത്തി ശല്യപ്പെടുത്തുകയായിരുന്നു. പലതവണ ശാലിനി തനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് മുനിരാജിനെ അറിയിച്ചെങ്കിലും യുവാവ് ശല്യം തുടർന്നു. കഴിഞ്ഞ ആഴ്ച ഈ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ ശാലിനി വീട്ടിലെത്തി മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മകളുടെ ദുരനുഭവം അറിഞ്ഞ പിതാവ് ശക്തമായ നിലപാടെടുക്കാനും തീരുമാനിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം ശാലിനിയുടെ അച്ഛൻ മുനിരാജിന്റെ വീട്ടിലെത്തി താക്കീത് നൽകി. മകളെ ഉപദ്രവിക്കുന്നത് തുടരുകയാണെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഈ താക്കീതിലുള്ള കടുത്ത പകയാണ് മുനിരാജിനെ കൊണ്ട് ഈ അരുംകൊല ചെയ്യിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പ്രണയം നിരസിച്ചതിനുള്ള ഈ ഒറ്റപ്പെടുത്തൽ മുനിരാജിനെ കടുത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളിവിട്ടതാവാം എന്നും പോലീസ് കരുതുന്നുണ്ട്. ഒരു താക്കീത് നൽകിയതിന്റെ പേരിൽ ഒരു കൗമാരക്കാരിയുടെ ജീവനെടുക്കാൻ യുവാവ് തയ്യാറായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രണയത്തിന്റെ പേരിലുള്ള ഉടമസ്ഥാവകാശ മനോഭാവത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. കൊലപാതകം നടന്ന ഉടൻ തന്നെ മുനിരാജൻ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ സംഭവം നടന്ന സ്ഥലത്തെ ദൃക്സാക്ഷികളുടെ മൊഴികളിലൂടെയും പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മൊഴിയിലൂടെയും പ്രതി മുനിരാജനാണെന്ന് പോലീസിന് വേഗം തിരിച്ചറിയാൻ സാധിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ മണിക്കൂറുകൾക്കകം തന്നെ മുനിരാജിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മുനിരാജിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ താനാണ് കൊലപാതകം നടത്തിയതെന്ന് സമ്മതിച്ചതായിട്ടാണ് വിവരം നൽകിയിട്ടുള്ളതും. പ്രണയം നിരസിച്ചതിനുള്ള ദേഷ്യവും പിതാവ് നൽകിയ താക്കീതുമാണ് കൃത്യം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പോലീസ് വെളിപ്പെടുത്തിയത്. പ്രതിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു വരുന്നു.